ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പൊ തിരക്ക് കുടിച്ച വ്ളോഗ് ഇടാനൊന്നും ഒഴിവില്ല. എന്നാലും ഇല്ല, നിങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് അറിയാം നമുക്ക് വീഡിയോസും പോകണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നല്ലേ. പിന്നെ ഇന്നലെ പെട്ടെന്നായിരുന്നു കേട്ടോ കാക്കൂന്. ഇന്നലെ ശ്വാസത്തിന് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പോവാന്ന് പറയുമ്പോൾ മൂപ്പര് സമ്മതിക്കണില്ല. അപ്പൊ അന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ആക്കിയാൽ മതി. ഒരാഴ്ച മുന്നേ തന്നെ ഇതെന്ന് തുടങ്ങിയ ആർക്കാ പുടിയാടില്ലേ മക്കളെ. നാത്തൂവിന്റെ വീട്ടിൽ നമ്മള് ഇതിന് പോയില്ലേ, എന്താ പറയാ, മാല കെട്ടാൻ പോയില്ലേ, മഹർമാല കെട്ടാന്. അപ്പൊ അന്ന് കാക്കു ഇത്തിരി ചോറും ഇറച്ചിയൊക്കെ തിന്നിക്കണ്. അന്നാണ് ഇപ്പൊ അത് സംഭവം നന്നായിട്ട് അന്ന് വന്നിട്ടാണ് ഇത് സംഭവം കാണുന്നത് കേട്ടോ. ഛർദിയും വയറുവേദനയൊക്കെ. അപ്പൊ അതിന്റെ മുന്നേ ഒരാഴ്ച മുന്നേ നമ്മള് ക്ലിനിക്കിലൊക്കെ കാണിച്ചിക്കണ്. ഞാൻ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി, മാനൂല് അവിടെ മഞ്ചേരി പോയി ഡോക്ടറെ കാണിച്ച്. പിന്നെയും ബുദ്ധിമുട്ട് വന്നപ്പോ പിന്നെയും പോയി. അപ്പൊ അന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ. പിന്നെ അന്ന് കാക്കു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ്ട് പോന്നാണ്, നിങ്ങൾക്ക് അറിയില്ലേ. എന്നാലും എല്ലാരും വിളിച്ച് ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ആക്ക് പത്തോ അഡ്മിറ്റ് ആക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളാ പച്ചമരുന്നൊക്കെ കുടിച്ചാൻ പോയി. പച്ചമരുന്ന് കുടിച്ചാൻ പോയി അന്നല്ലേ ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നല്ലോ. നമ്മളെ റിവ്യൂവിന് ഇതൊക്കെ കിട്ടിയ അവാർഡൊക്കെ കിട്ടിയ സ്കൂളിൽ മാർക്ക് കിട്ടിയിട്ട് SLCന്റെ. അപ്പൊ അന്ന് ഞാൻ ചെന്നപ്പോ വീട്ടിലെത്തിയപ്പോ ആകെ ആ വ്ളോഗ ലാസ്റ്റ് വന്നതില്ലേ നമുക്ക്. ആകെ കരച്ചിലും, കുട്ടികളൊക്കെ കരച്ചിലും, പിന്നെ കാക്കും നീച്ചാൻ വെച്ചൊക്കെ. എന്നിട്ട് അന്ന് പോകാൻ സമ്മതിച്ചില്ല കേട്ടോ. റെഡി ആയിക്കോളും ഞാൻ ഇളകിയിട്ടാണ്. നേരം വെളുത്തപ്പോൾ തന്നെ ശ്വാസത്തിന് പോയി ബുദ്ധിമുട്ട്. അപ്പൊ അന്ന് രാവിലെ ഉണ്ട് കേട്ടോ ശ്വാസത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ സമ്മതിച്ചില്ല. വൈകുന്നേരം പിന്നെ നാത്തൂമാരൊക്കെ വരലും താത്തമാരൊക്കെ വരലും മൂപ്പർക്ക് നല്ലോണം കൂടുതലൊക്കെ കൊഴുപ്പായിട്ടോ. അപ്പൊ ഓല എന്നെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ ഇട്ടുകാണ്ട് ഇനി നിക്കാൻ പറ്റൂല പറഞ്ഞിക്കാണ്ട് കാര്യമാവും പറഞ്ഞിക്കാണ്ട് അന്ന് തന്നെയാണ് ആ മരിച്ചു എന്ന് പറഞ്ഞില്ലേ. ഓൽക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. അപ്പൊ അന്ന് നമ്മൾ മാനവ് കൊണ്ടുപോയി. അവിടെ പോയിട്ട് പിന്നെ ഓൾക്ക് അവിടെ കുത്തം കിട്ടണില്ല. പിന്നെ വലിയ ഡോക്ടറെ കാണിക്കുക. അത് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടപ്പോഴേ. പിന്നെ മഞ്ചേരി വേറെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. അപ്പൊ തന്നെ കണ്ടപ്പോ തന്നെ ഡോക്ടർ അഡ്മിറ്റ് ആക്കി ശ്വാസത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോഴേ. അപ്പൊ 2 ദിവസം മരുന്നൊക്കെ കയറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടിന് ഇന്നിപ്പോ 2 മെഡിസിനും ഇഞ്ചക്ഷനും കൂടി ഏറെ എഴുതിയിട്ടുണ്ട്. പറഞ്ഞു കുറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വർത്താനം പറയുമ്പോത്തിനെ കിതക്കാണ് കാക്കൂന്. അപ്പൊ വർത്താനം പറയണ്ട പറഞ്ഞിക്ക. അപ്പൊ ഇന്നലെ 1:30 ആയിക്കണ് കേട്ടോ രാത്രി ഞാൻ പോന്നപ്പോ. ഇവിടെയാണ് കേട്ടോ, നമ്മളെ വീട്ടിലാണ്, മഞ്ചേരി ഇത്താത്താന്റെ വീട്ടിലാട്ടോ. ഇന്നലെ ഏട്ടത്തിന്റെ മോന് പോയിക്കാണ്ട് കൊടുന്നു ഓരൊക്കെ അന്തിപ്പാതിരിക്ക്. അല്ലാതെ അവിടെ വെള്ളമില്ല, പിന്നെ ആരും ഇല്ലല്ലോ. ഒക്കെ ഒരു കഥയല്ലേ. മറ്റോടത്ത് നിങ്ങൾക്ക് എത്ര ആയാലും മൂത്തച്ചി ഓലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓല് ഇവിടെ കൊടുന്നിട്ടു. അപ്പൊ കാക്കൂവിന്റെ ഒരു 1:30 ആയപ്പോത്തിന് കാക്കൂന് ഏകദേശം ഒരു ബുദ്ധിമുട്ടൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ മഞ്ചേരിക്ക്, ഞങ്ങൾക്ക് അറിയണാണ്. അപ്പൊ ഏട്ടത്തിന്റെ മോൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾ പോയിക്കോളി ആയിരുന്നു കണ്ട്. ഇന്നലെ 1:30-2 മണിയായിക്കണം ഇവിടെ എത്തിയപ്പോ ഞാൻ. അപ്പൊ ഇതിന് കുട്ടികളൊക്കെ ഒരു കഥ കുതാക്കോളും കേട്ടോ. ഇവിടെ കൊടുന്നാക്കി കണ്ട് മോൻ അപ്പൊ തന്നെ പോയി. ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വരട്ടോ പറഞ്ഞു കണ്ട്. ഇന്ന് ഡോക്ടർ വന്നിരുന്നു. കുറഞ്ഞിട്ടുണ്ട്. വേറെ മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനേ തിരുമ്പിക്കൂടെ കഴിഞ്ഞ് ചോറും ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് ഉമ്മാനൊക്കെ റെഡി ആക്കിക്കാണ്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോകട്ടെ. ഹോട്ടൽ ഫുഡ് എന്തായാലും നല്ലതല്ല അറിയില്ല. അപ്പൊ ചോറും ചരങ്ങാതാളിപ്പും അതേപോലെ കാക്കൂന് കഞ്ഞിയും വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണയും പെണ്ണും ഇനി എന്നെക്കൊണ്ട് കഴിയില്ലട്ടോ മക്കളെ. അപ്പൊ പൈസ ഞാൻ റിട്ടേൺ തരണ്ട. ഇനി കാക്കു വീട്ടിലെത്തട്ടെ എന്നിട്ട് നമുക്ക് നോക്കാട്ടോ. കാരണം ഇവിടെ നിൽക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കഴിയില്ല. കാക്കൂന്റെ മുഴുവനാവാതെ നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണ്ട കേട്ടോ. പിന്നെ തിരക്കിൽ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. കഞ്ഞി ഞാൻ കൊണ്ടോട്ടെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടത്തിന്റെ മോള് വരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടത്തിന്റെ മോളില്ലേ, വലിയ മോള് അന്നുണ്ടായിരുന്ന മോള് വരാ പറഞ്ഞിട്ടുണ്ട്. കാരണം ചെമ്മോളും ഒറ്റയ്ക്കല്ലേ. ഉമ്മാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും മറിച്ചാനും ഈ എന്താ കുട്ടികളെ നോക്കാനെല്ലാം കൂടി ഷെയ്മോൾക്ക് കഴിയില്ലല്ലോ. നമ്മളെത്ര ഉണ്ടാക്കി വെച്ചാലും കുറ്റങ്ങള് മൂത്രമൊഴിക്കലും അപ്പിടലും നന്നാക്കലും ഐറ്റങ്ങളെ നോക്കലും ഒന്നല്ലല്ലോ, 2 ജനിച്ച് 2 ബേബിയാള്. അപ്പൊ അത് ബുദ്ധിമുട്ടായി കരുതിയിട്ട് ഇവള് വരാ പറഞ്ഞിട്ടുണ്ട്. അമ്മമാരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങനെ പോകും. പിന്നെന്താ, ഇനി പോട്ടെ കേട്ടോ. ഏട്ടത്തിന്റെ മോൻ വന്നിട്ടുണ്ട്. ഇനി അവിടെ എന്നെ കൊണ്ടാക്കിയിട്ട് കാണും അവർക്ക് പള്ളിക്ക് കാര്യങ്ങൾക്ക്. പിന്നെ നമ്മളെ റിതുവിന്
ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല പ്ലസ് വണ്ണിന്. എൻ്റെ കുട്ടി ആകെ പിടുത്തപ്പെട്ട മാതിരിയായി. അപ്പം ഇനി ഓൻ്റെത് അപേക്ഷിക്കട്ടെ. എൻ്റെ സീറ്റ് പറഞ്ഞ പോലെ 20-ാം തീയതി നിൽക്കൂലേ പരിപാടി, ക്ലോസ് ആവൂലേ? 20-ാം തീയതി 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് തോന്നുന്നു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെന്നിട്ട് ഏട്ടത്തിൻ്റെ മോനും പോയിക്കാണ്ട് അക്ഷയിൽ കൊടുത്തോളൂ. അപ്പം എല്ലാവരും ദുആ ചെയ്യോണ്ടി, പെട്ടെന്ന് മാറി കിട്ടാനിട്ടോ, ലൈക്ക് ചെയ്യോണ്ടി എന്നും പറയണ പോലെ കമൻ്റ് ഇടല്ലേ. ഞാൻ നിങ്ങളോട് പറയണതാണ്. സാഹചര്യം കൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഈ നേരത്തും വിടുന്നത് കേട്ടോ. മാക്സിമം കണ്ട് സ്കിപ്പ് അടിച്ചാൽ കണ്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അമ്മ അവിടെ ഉണ്ട് കേട്ടോ. അമ്മ അവിടെ ഉണ്ട്. സായപ്പ് ഒതുക്കുന്ന വെള്ളിയാഴ്ചയല്ലേ. അപ്പം കൈ പോയോ? കുട്ടികൾക്ക് കഞ്ഞിയെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെന്താ ഇന്നലത്തെ വീഡിയോസ് കുറച്ചെടുത്ത് കണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താത്തമാരും ഉണ്ട്. 2 താത്തമാരും കാക്കൂൻ്റെ ഇത്തമാരാട്ടോ. ഓര് വന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി വന്നത് കേട്ടോ. her